നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മത്തിപ്പീരയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പീര വയ്ക്കുന്നതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോപ്പറിന് പകരം മിക്സിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, 4 അല്ലി ഇട്ട് കൊടുക്കാം. 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷണവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവരുത്, ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ ചെറിയ മത്തി ക്ലീൻ ചെയ്ത് കഴുകി വച്ചതും 5 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും നേരത്തെ ചതച്ച് വച്ചിരുന്ന തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 3 കഷണം കുടമ്പുളി കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് ഇതൊന്ന് വേവാനായിട്ട് വയ്ക്കാം. ഇതിലേക്കിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ച് നന്നായിട്ട് ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വച്ച് കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി കൊടുക്കരുത്, ഇളക്കി കൊടുത്താൽ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മീനെല്ലാം വെന്ത് പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ രുചികരമായ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.